ഹദീസിലൊക്കെ കാണുന്ന യമനിന്റെ ഭാഗത്താണ് മഹ്ശറ വരിക എന്നാണ്. ഏതെങ്കിലും ആവട്ടെ, അവിടെ സൂര്യൻ ഇന്നത്തെ 14,96,74,000 കിലോമീറ്റർ മേലൊലിക്കുന്ന സൂര്യൻ വെറും ഒരു ചാണോ അല്ലെങ്കിൽ ഒരു മൈലോ മാത്രം ദൂരെ ഒലിക്കുന്ന ദിവസത്തിൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഇത്രയും മേലൊലിക്കുന്ന സൂര്യന്റെ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത നമുക്ക് നമ്മുടെ നേരെ മേലെ സൂര്യൻ നിൽക്കുന്ന ദിവസം, അന്ന് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല VIP പ്രത്യേകത പരിഗണന നൽകുന്നുണ്ട്. 7 വിഭാഗം ആളുകൾ വിശുദ്ധ റമദാൻ മാസത്തിലാകുമ്പോൾ അതിലൊക്കെ പെടാൻ നമുക്ക് പറ്റിയ രംഗങ്ങളുണ്ട്. അതാ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. ആ ഭരണാധികാരിയോട് ഉദ്ദേശിക്കുന്നത് അൽ ഹാക്കിം, ഒന്ന് ഇസ്ലാമിക ഭരണാധികാരി തന്നെയാണ്, അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിൽ മസ്കൂറുള്ളതെയും നേരെ ഫാമിലിയിൽ ഓരോ രക്ഷകർത്താവ്, രക്ഷിതാവ് മക്കളോട് നീതി പാലിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സമയത്ത് ഒരു സഹോദരൻ നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ എൻ്റെ സ്വത്ത് അതിൽപ്പെട്ടൊരു 10 സെന്റ്, ഉദാഹരണം പറയാം, 10 സെന്റ് ഞാൻ എൻ്റെ ആ ഇളയ മോൻ കൊടുത്തിരിക്കുന്നു നബി, അല്ലെങ്കിൽ മൂത്ത മോൻ അല്ലെ എന്നെ ഏറ്റവും നോക്കുന്ന മോൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എവിടുന്ന് ചോദിച്ചാൽ തിരിച്ചു അവർക്ക് വേറെ മക്കളില്ലേ. അപ്പൊ മക്കൾക്കിടയിൽ അവിടെ നീതി പാലിക്കണം. അപ്പൊ അങ്ങനെ നീതി പാലിക്കുന്ന ഇമാമിന് നാളെ ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ അറസിന്റെ പ്രത്യേകമായ തണൽ അല്ലാഹു തആല നൽകും. മറ്റൊന്ന് 2, ശാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ആരാധനയിലായിട്ട് വളർന്ന യുവാവാണ്. മനുഷ്യന്റെ യുവത്വം അതവന്റെ ജീവിതത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തും ചെയ്യാൻ അവൻ ധൈര്യപ്പെടുന്ന, അവന്റെ രക്തത്തിളപ്പിന്റെ സമയം, എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. ഹദീസിൽ കാണാം, അധിക ആളുകൾക്കും ലഭിക്കുന്ന, പലപ്പോഴും ഉപകാരപ്പെടുത്താൻ കഴിയാത്ത, നഷ്ടപ്പെട്ടു പോകുന്ന 2 അനുഗ്രഹമാണ്. ഒന്ന് അസ്ഫിഫത്തു, ഒന്ന് ആരോഗ്യം, വൽ ഫറാഉ, മറ്റൊന്ന് ഒഴിവ് സമയം. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നു. അതൊക്കെയും അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയാതിരിക്കുക എന്നത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ലാ തസൂലു ഖദ്മാബിനു ആദമ ഹത്താ തുസ്അല അൻ ഹദീസിൽ കാണാം, 5 കാര്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് മഹ്ശറിൽ നിൽക്കുന്ന നൃത്തത്തിൽ നിന്ന് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പോലും സാധ്യമല്ല. അതിൽപ്പെട്ട ഒന്നാണ് വാൻ ശബാബിഹി ഫീമാ അഫ്ന, അവന്റെ യുവത്വം എന്തിൽ ചെലവഴിച്ചു എന്ന്. അതുകൊണ്ട് നമ്മുടെ യുവത്വം നാം കഴിവിന്റെ പരമാവധി നിയ്യത്തൊക്കെ നന്നാക്കി ചെയ്യുന്ന, അത് ജോലിയാണെങ്കിലും ഇനി അല്ലാതെ എന്ത് പ്രവർത്തനമാണെങ്കിലും നിയ്യത്തൊക്കെ നന്നാക്കാൻ വേണ്ടി ഇബാദത്താക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഇതിൽ പറഞ്ഞ ശാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ ആരാധനയിൽ വളർന്ന യുവാവിന് ഈ തണല് കിട്ടും. ചെറുപ്പം മുതലേ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ, പലപ്പോഴും ഈ ഒരു ഭാഗ്യം കിട്ടുന്ന ആൾക്കാർ മുത്തഅല്ലിമീങ്ങളാണ്. അവർ പക്ഷേ മദ്രസയിൽ ഒരു 6ഓ 7ഓ ക്ലാസ്സിൽ പഠിച്ചു, അതുവരെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ദർസിലേക്ക് അവരെ പഠിച്ചു നടന്നു. അങ്ങനെ ആ ദർസിൽ പക്ഷേ ഫർദും സുന്നത്തും ഇൽമുമായി ബന്ധപ്പെട്ട് അങ്ങനെ തഹജ്ജുദും അങ്ങനെയായി വളർന്ന് ഉസ്താദന്മാരാകും പലപ്പോഴും. പക്ഷേ ഹിബ്റ് പലപ്പോഴും അവരെ ഏറ്റവും തരം താഴ്ന്ന ആളാക്കി കളയും. അതിനെ തൊട്ട് ശ്രദ്ധിച്ചാൽ അവർക്ക് ഉന്നതിയിലേക്ക് എത്താൻ കഴിയും. 2ാമത്തെ അതാണ്. ഇനി 3ാമത്തേത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ. എപ്പോഴും വാങ്ങുകൊടുക്കുക, അത് ആ ചിന്ത അവർ മനസ്സിലാക്കി. ഇപ്പൊ വാങ്ങുകൊടുക്കും, അതിനുവേണ്ടി ഒരുങ്ങും. പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോകും. പിന്നെ അവരെ ശ്രദ്ധ എന്താ? പള്ളിയെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളി, അത് ചിലപ്പോൾ പള്ളിയിൽ മുഅദ്ദിനാകാം, ഖതീബാകാം, അതല്ലാത്ത ആളുമാകാം, ഏതെങ്കിലും ആട്ടെ, പള്ളിയുമായിട്ട് ഒരു ജോലി എന്നതിനൊക്കെ അല്ലാതെ അതുമായിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധം സ്ഥാപിച്ച അശ്ശദീദുൽ ഹുബ്ബ് ലിൽ മസാജിദ് അൽ മുലാസിമുൽ ഹസ്ബി സ്വലാം, നിസ്കാരത്തെ നിർബന്ധമാക്കുന്ന നിലയിൽ പള്ളിയുമായിട്ട് അങ്ങേയറ്റ ശക്തമായ ഇഷ്ടമുള്ള ആളുകൾ, അവർക്ക് വേണ്ടി അല്ലാഹു തആല കൊടുക്കും. ഇനി 4ാമത്തേതോ റജുലാനി, 2 ആളുകൾ തഹബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ പരസ്പരം സ്നേഹത്തിലാണ്. എന്തെങ്കിലുമൊക്കെ പരിപാടിന്റെ പള്ളി സ്വലാത്തിന്റെ പോലെ 2 ആൾ ഒന്നിച്ചു പോകും, ദിക്റുണ്ടാകുമ്പോൾ പോകും, നിസ്കാരത്തിന് പോകും, സ്വലാത്ത്, അങ്ങനെ ഓരോ വിഷയത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പലരും നല്ല സ്നേഹത്തിലാണ്. അങ്ങനത്തെ പരിപാടിക്ക് അവർ പോകുള്ളൂ. ഇത്തഫഖ അലാ മഹബ്ബത്തില്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടകാരണത്തിൽ അവർ 2 ആളും യോജിക്കുകയും വഫ്തർക്കാരെ അങ്ങനെ തന്നെ മരിച്ചു പോയിട്ടാണ്. ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടില്ല. ആ നിലക്കുള്ള 2 ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കും. അതോടൊപ്പം അതിന്റെ പ്രശ്നം വരുമ്പോഴോ അങ്ങനെ വിട്ടുവരികയും ചെയ്യും. ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ ഞാനില്ല എന്നാലും വിട്ടുവരും അങ്ങനത്തെ ആൾക്കാർ. ഇനി 5ാമത്തേതോ റജുലുൻ, ഒരു മനുഷ്യൻ ദഅതു
ഒരു പെണ്ണ് അവന് വാട്സപ്പ് കോളോ അല്ലാത്ത കോളോ ചെയ്യാം. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നല്ല തറവാടിത്തമുള്ള, നല്ല ഭംഗിയുള്ള, സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരത്തി അല്ല ഒരു യുവതി ഒരാളെ വിളിക്കും. അങ്ങനെ വിളിച്ചപ്പോൾ ഓൻ അള്ളാഹുനെ പേടിച്ചോണ്ട് പെട്ടെന്ന് എന്താക്കിയ ക്ലോസ് നമ്പർ എന്താക്കി അവനെ ഒഴിവാക്കി. അങ്ങനെ അവിടെ ക്ലോസ് അങ്ങനെ ആ തമ്മാടിത്തരത്തിലേക്ക് പോകാനുള്ളതുമായി സംസാരിക്കാൻ നിൽക്കാതെ മാറി നിന്നാൽ അത് വളരെ പ്രയാസമുള്ളതാണ്. അങ്ങനെ മാറി നിന്നാൽ അവനും അള്ളാഹുവിലേക്ക് തണലിട്ട് കൊടുക്കും. ഇനി ആറാമത്തേതോ റജുലുൻ, ഒരു മനുഷ്യൻ അവന് സ്വതക്ക ചെയ്യുന്നു, അതിനെ മറച്ചു വെക്കുന്നു, ആരെയും കാണാതെ രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത്. വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും രഹസ്യമായിട്ട് ഒരു ഫോട്ടോ എടുക്കലില്ല, പരസ്യമാക്കില്ല. പക്ഷെ എടുക്കേണ്ടത് ഉണ്ടാകും. ചില മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ എന്താകേണ്ടി വരും, ചെയ്യുന്ന സേവനങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ടി വരും. അതൊന്നും അല്ലാതെ അഹങ്കാരത്തിന് വേണ്ടിയോ കിബറിന് വേണ്ടിയോ ഞാനോ കൊടുക്കുന്നവനാണ് നിനക്കൊന്നും അല്ലാതെ ആ നിനക്ക് രഹസ്യമായി കൊടുക്കുന്ന വ്യക്തിക്കും ഈ മസ്ജിദുൽ അർശിനെ തണലിട്ട് കൊടുക്കും. ഇനി ഏഴാമത്തെ വിഭാഗം നാം ശ്രദ്ധിക്കേണ്ടതാണ് റജുലൻ, ഒരു മനുഷ്യൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരും കാണാനില്ല, വിജനമായ സ്ഥലത്ത് റൂമിൽ ഒറ്റക്ക അല്ലെ പള്ളിയിൽ ഒറ്റക്ക, അങ്ങനെ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും അവനെ കുറിച്ച് ഇങ്ങനെ ഓർത്തുകൊണ്ട അവസ്ഥ എന്താണ്? ഒരിങ്ങനെ ചിന്തിക്കുക, പടച്ചുറപ്പേ ഞാൻ ഈ സമയത്തെങ്ങാനും മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ പുറം ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത ഒരു 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥയോട് വല്ലതും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അവനെ കുറിച്ച് ഇങ്ങോട്ട് അതിനെ കുറിച്ച് അവൻ ഓർത്തു, നരകത്തെ കുറിച്ച് ഓർത്തു, മനുഷ്യനെ കുറിച്ച് ഓർത്തു. അങ്ങനെ 2 കണ്ണും പൊട്ടിയൊലിക്കുന്നു, അവൻ കരയുന്നു. അങ്ങനെ കരഞ്ഞാൽ ഒറ്റക്ക് തനിച്ചെന്നുകൊണ്ട് അവൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ കരഞ്ഞാൽ, ഹദീസിൽ കാണാം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉറ്റിയാൽ ഒട്ടകത്തിന്റെ അകട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് ആ ഒട്ടകത്തിന്റെ അകട്ടിലേക്ക് തന്നെ കയറുകയില്ലല്ലോ എന്നതുപോലെ അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആരെങ്കിലും കരഞ്ഞാൽ അവർ ഒരിക്കൽ നരകത്തിൽ കിടക്കൂല. അപ്പൊ അത്രയും പ്രാധാന്യമുള്ളതാണ് 2 കണ്ണുനീരി ഉറ്റിക്കായിട്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ 27ാമത്തെ രാവ നമ്മളിലേക്ക് വരുന്നത്, റമദാൻ വിട്ടുവരാൻ വരുന്ന സമയത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് അവനാന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞ് നരകത്തെ തൊട്ട് മോചിതരാകാൻ വേണ്ടി നമ്മിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തി അവസാനിപ്പിക്കുന്നു.